അസ്സലാമലൈക്കും. നീലാനേമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ മക്കളെ വർത്താനം? സുഖനല്ലേ? നോൽമ്പൊക്കെ ആയിട്ട് എന്തൊക്കെ വിശേഷങ്ങളെല്ലാവരും? മൊത്തത്തിൽ സുഖമെന്ന് പറയല്ലേ? ഇപ്പോൾ ചൂടും പിന്നെ തണുപ്പൊക്കെ ആയിട്ട് പോകുന്നില്ല. ഇപ്പോൾ പിന്നെ എന്താണ് ഒരു മഴക്കാർ കൂടിയിരുന്നല്ലേ? മഴക്കാരോട് ചൂട് കൂടുതൽ തന്നെയാണ്. ഇന്നലെ ഉണ്ട് അതേമാതിരി ഒരു വിങ്ങലുമാർ. ഞാൻ പിന്നെ അടുപ്പത്ത് നിൽക്കുമ്പോൾ അതിലാറുണ്ടാവും. എന്നാലും അടുപ്പത്തെ പരിപാടി ആകുമ്പോഴേ ഏതായാലും മൊത്തത്തിൽ നല്ല ചൂട് തന്നെയാണ് അല്ലേ? ഉച്ചയ്ക്ക് ശേഷം നല്ല ചൂട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മൾ പിന്നെ സമൂസ ചുറ്റൽ തുടങ്ങിയതിന് കട്ട്ലേറ്റ് റെഡിയാക്കി വെച്ചിരിക്കണ്. എന്നും പറയാനില്ല തന്നെ ഞങ്ങൾക്ക് വെറുക്കില്ല. നമ്മളെ ഐറ്റംസുകൾ ഇതാണ് ഉള്ളത്. അപ്പോൾ അതിങ്ങനെ പറയാമെന്നുള്ളൂ. അങ്ങനെ നോമ്പാണ് പുറത്ത് പോയി വീഡിയോ എടുക്കാൻ ഇപ്പോൾ നമുക്ക് കഴിയൂല, സമയമില്ല. നമുക്ക് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 4 മണി വരെ ഇവിടെ പണി അടുക്കളയിൽ, പിന്നെ ഈ കിച്ചണിൽ പണിയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് കൊണ്ട ബുക്കും വേണം. പിന്നെ ഇവിടേക്കൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി കൊടുത്ത് പള്ളിക്കകത്ത് കൊണ്ടുകൊടുത്ത് അങ്ങനെയാണ് വൈകുന്നേരം ആരാണ്. അപ്പോൾ വേറെ പോയി കാണുമ്പോൾ ഒരു വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഈ നോമ്പിന് അങ്ങനെ കയറും 30 ദിവസം ഇപ്പോൾ അങ്ങനെ പോകും. അല്ലാതെ വെറുതെ ഒരു കാര്യമില്ല. എന്തെങ്കിലും നയിച്ചാലും എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ രാവിലെയാണ് ഒരുങ്ങിയാൽ ഇതൊക്കെ തന്നെ നമുക്ക് കാണിച്ചു തരാമല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഉള്ളി ഒലിച്ചതും ഈ മസാല ഉണ്ടാക്കണം, ചുറ്റി വെക്കണം, പൊരിച്ചതൊക്കെയാണ്. അല്ല പുറത്തെ വീഡിയോ പോയി വേറെ കണ്ടന്റ് ചെയ്യാൻ സമയമില്ല നമുക്ക്. അപ്പോൾ എല്ലാം ക്ഷമിച്ച് കാണാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പിന്നെ ഓരോരോ മസാലകളും ഇതൊന്നും ഇടണമെന്ന് നമുക്ക് കാണിച്ചു തരാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് അതിന് മെനക്കെടാത്ത മസാല കൂട്ടിപ്പോൾ ചുറ്റൽ തുടങ്ങി. ഇനി അതേമാതിരി നേരെ കട്ട്ലേറ്റൊക്കെ അവിടെ കൊണ്ടുവച്ചിരിക്കണം, ശരിയാക്കി സെറ്റാക്കി ഇനി പൊരിച്ചുമ്പോൾ എടുത്തുകൊണ്ടുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ ആ പൊടിയിൽ ചാടില്ല, ചെറിയൊരാക്കം കിട്ടും. എന്നിട്ട് എണ്ണ നാശമാവും. നമ്മൾ 5 ലിറ്റർ എണ്ണ പറഞ്ഞാൽ ആദ്യം കട്ട്ലേറ്റ് പൊരിച്ചാൽ ആ എണ്ണ പിന്നെ കറുത്തുകൊണ്ട് വെക്കും. അപ്പോൾ കാണുന്നതിൽ എന്ത് പഴയ എണ്ണയാണ് തോന്നുന്നു, പുതിയ എണ്ണ തന്നെ കയറും. പക്ഷേ അങ്ങനെയാണ് ചുറ്റുപാട്. അപ്പോൾ അതിൽ കടലേൻ്റെ പൊടിയിൽ കടന്ന് ഇങ്ങനെ കരിഞ്ഞ് എണ്ണ കളർ മാറും. ഇതൊക്കെ എല്ലാവർക്കും അറിയണം തന്നെ കയറും, എന്നാലും ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ കട്ലേറ്റ് ലാസ്റ്റ് കടൽ അതിനെ എല്ലാം പൊരിച്ച് കഴിഞ്ഞ ശേഷം അങ്ങനെയൊക്കെയാണ് സിസ്റ്റങ്ങളെന്ന് പറയാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 5-6 കഴിഞ്ഞു നോൽമ്പ്. സമൂസൻ്റെ ചുറ്റിപ്പരിപാടിയിലാണ്. സമൂസ ഏതും ചുറ്റി കഴിഞ്ഞാണ്. ഓരോ പിന്നെ കൊണ്ടുകൊടുക്കാറിലൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്, ഓരോ പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അതിനിപ്പോൾ ഒരു 10 രൂപയോളം ചുറ്റാണ്ട്. അതുകൊണ്ട് ചുറ്റി കഴിഞ്ഞാൽ സമൂസൻ്റെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പരിപാടി നോക്കട്ടെ. അപ്പോൾ സമൂസൻ്റെ പരിപാടി കഴിഞ്ഞ് നമ്മൾ തുടങ്ങുകയാണ്, പൊരിക്കാൻ തുടങ്ങുകയാണ്. കുറച്ച് ചട്ടിപ്പത്തിന് ലെയറുണ്ടാക്കി മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ എണ്ണ ചൂടായാലും നമ്മൾ പഴംപൊരിമൺ തുടങ്ങും. ഓക്കെ, പഴംപൊരി കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളിവട വേണ്ട, ഉള്ളിവട പൊരിച്ചെല്ലാം ചട്ടിപ്പത്തി പാക്ക് ചെയ്തു. ചൂട് തുടങ്ങി അടുപ്പിൻ്റെ ചൂടൊക്കെ പാടെപ്പോഴേ സാറ്റൊക്കെ ഊരി എറിഞ്ഞു കേട്ടോ, നടക്കൂല, നല്ല ചൂടാണ്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ അടുപ്പിൻ്റെ ചൂടൊക്കെ പാടാകുമ്പോൾ ഭയങ്കര ചൂട്, അതിൻ്റെ വീർത്ത് വെച്ച് വലിയ പാക്ക് ഊരിട്ടാണ് ഇങ്ങനെ നടക്കുകയുള്ളൂ. നാൽപ്പത്തഞ്ച്
കട്ട്ലേറ്റ് വെച്ചാണ്. കുറച്ച് ഓർഡറുണ്ട്. അപ്പോൾ സാധനമൊക്കെ വെറ്റി നമ്മൾ അങ്ങാടിയിൽ നിന്ന് വന്നു കേട്ടോ. ഇനി നമ്മൾ സാധനം കൂടെ പിന്നെ പലക്ക് സാധനമൊക്കെ കൊടുന്ന് വെച്ചാണ് വീണ്ടും പള്ളിയിലേക്ക് നോമ്പാക്കാൻ പോകണം. ഓക്കെ, ഇനി നോമ്പാന്നിട്ട് വരാം. ഓക്കെ, നോമ്പാക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവാണ്. സാധനങ്ങൾ വിറ്റ് വന്ന് പലക്ക് സാധനം കൊണ്ട് രണ്ടാമത് നാളേക്കുള്ള സാധനം കയറ്റി വന്നു. ഇവിടെ വെച്ച് ഒതുണ്ടാക്കി പള്ളിയിലേക്ക് പോവാണ് നോമ്പ് തുറക്കാൻ കേട്ടോ. മോനക്കാട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോവാണ്. ഞാൻ നാളെ ഒരുമിച്ച് നോമ്പാന്നിട്ട് പോരും. ഓക്കെ, അസ്സലാമു അലൈക്കും. ഈ വീഡിയോ എന്നുള്ള വൈൻഡപ്പാക്കാം കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും നാളെ കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.